അഡ്വക്കേറ്റ് നിയാസ്, 2019 അമേഠിയിൽ തറ തൊടില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിയത്. രാഹുലിനെ വയനാട്ടുകാർ ഏറ്റെടുക്കുക മാത്രമല്ല ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു. 2024 രാഹുൽ ചുരം കയറി വയനാട്ടിൽ എത്തി മത്സരിച്ചു. മിന്നുന്ന വിജയം വയനാട്ടുകാർ വീണ്ടും സമ്മാനിച്ചു. റായ്ബറേലിയിലും ബലം പരീക്ഷിച്ചു, അവിടെയും വിജയിച്ചു. യു.പിയിൽ ജയിച്ചപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിച്ച കേരളത്തെ രാഹുൽ എന്തുകൊണ്ട് പുറന്തള്ളുന്നു? അഡ്വക്കേറ്റ് നിയാസ്, നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മളൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായിട്ടാണോ രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട വാജ്പേയി രണ്ട് തവണ മത്സരിച്ചു. രണ്ട് തവണയിൽ നിന്നും അദ്ദേഹം ജയിച്ച സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് രാജിവെച്ചു. എത്ര ആൾക്കാർ മത്സരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് പോലും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലേ? നമ്മള് ഇന്ത്യയിലെ BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റു രാഷ്ട്രീയ കക്ഷികൾ ആളുകളും രണ്ട് തവണത്ത് മത്സരിക്കാറുണ്ട്. മത്സരിച്ചതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും രണ്ട് സ്ഥലത്തും ജയിച്ചാൽ ഒരു സ്ഥലമല്ലേ എടുക്കും. കഴിഞ്ഞ തവണ രണ്ട് സ്ഥലത്തും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നല്ലോ. രണ്ട് തവണ മത്സരിച്ചിട്ടും ഒരു സ്ഥലത്ത് മാത്രമേ രാഹുൽ ഗാന്ധി ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഇത്തവണ അദ്ദേഹം ആദ്യം തന്നെ വയനാടാണ് മത്സരിച്ചത്. വയനാടിന്റെ ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് അവസാന ഫേസിലുള്ള യു.പിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പാർട്ടി തീരുമാനിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് വലിയൊരു അപരാധമാണോ? ഈ ഗുജറാത്തിലുള്ള ഇന്ത്യയിലെ ഇന്നത്തെ പ്രധാനമന്ത്രി എന്തേ ഗുജറാത്തിൽ നിന്നും കെട്ടി യുപിയിലേക്ക് വന്നത്, വാരണാസിയിലേക്ക് വന്നത്? അദ്ദേഹത്തിന് ഗുജറാത്തിൽ തന്നെ സുരക്ഷിതമായ ഒട്ടനവധി സീറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പൊളിറ്റിക്കലായി അതുകൊണ്ട് രാഷ്ട്രീയപരമായി അത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനൊരു ഉദ്ദേശം ഉണ്ടാവും. അങ്ങനെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നരേന്ദ്രമോദി യുപിയിലേക്ക് വന്നത്. യുപിയുമായി ഒരു ബന്ധവുമില്ലാത്ത നരേന്ദ്രമോദി യുപിയിലേക്ക് വന്നു. സ്വാഭാവികമായും കേരളവുമായി കാര്യമായി രാഷ്ട്രീയ ബന്ധങ്ങൾ മാത്രമുള്ള രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നു. അത് അന്നത്തെ സാഹചര്യത്തിൽ ആ കേരളത്തിലേക്ക് വന്നത് പിന്നീട് നമ്മള് യുപിയിലേക്ക് തിരിച്ചുപോയി തീരുമാനമെടുത്തത് അദ്ദേഹമല്ലല്ലോ. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞല്ലോ, ഏതാണ് ഞാൻ ഒഴിവാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടും എനിക്ക് വൈകാരികമായി ബന്ധമുള്ളതാണ്, ഹൃദയബന്ധമുള്ളതാണ്. പക്ഷെ എനിക്ക് ഒന്ന് ഒഴിവാക്കിയല്ലേ പറ്റൂ.